പ്രിയമുള്ളവരെ, ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുമാത്രമല്ല, വക കണ്ടതെല്ലാം വടിമേലായെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയുമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. കാരണം ഏത് വിധേനയും മൂന്നാം ഭരണം ഒപ്പിച്ചെടുക്കാനായി വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും കൂട്ടിക്കൊണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഈ പഴയ നിലപാട് മാറ്റി പുതിയൊരു നിലപാടെടുത്ത് നിങ്ങളോടൊപ്പം നിൽക്കാമെന്നൊരു മൗന സമ്മതമൊക്കെ നൽകി എങ്ങനെയും മൂന്നാം ഭരണം ഒപ്പിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിലോടി നടക്കുമ്പോഴാണ് ഈയിടെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായ ഇരുട്ടടി പോലെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഇരുട്ടടി പിണറായി വിജയൻ്റെ നെഞ്ചത്തൊരു വെള്ളിടി പോലെ പൊട്ടിത്തെറിച്ചത്. ഇനി ആ വെള്ളിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാനൊക്കത്തില്ല. അതായത് പിണറായി ഭരണത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയാണ് സൂര്യകാന്ത് തറച്ചിരിക്കുന്നത്. അതിന് കാരണം ഇദ്ദേഹം ഇനിയിപ്പോൾ നിലപാട് മാറ്റി ഞങ്ങൾക്കിപ്പോൾ അങ്ങനൊരു നിലപാടില്ല, പുതിയൊരു നിലപാടാണ്, അവിടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടക്കട്ടെ, അതിനനുകൂലമാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റുമായി അങ്ങോട്ട് ചെന്നാൽ അതെടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞു കളയും. തനിക്ക് എത്ര തന്തയുണ്ടെന്ന് ചിലപ്പോൾ അവർ ചോദിച്ചെന്നിരിക്കും. കാരണം മാർച്ച് 14 മുമ്പ് ഇതിലെ ബന്ധപ്പെട്ട കക്ഷികൾ, അതായത് ശബരിമല സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ബന്ധപ്പെട്ട കക്ഷികളുടെ സ്റ്റേറ്റ്മെൻറ്റ് നൽകണമെന്നതാണ് പിണറായി വിജയൻ്റെ മേളിൽ വീഴിരിക്കുന്ന ഭയാനകമായ ഇടിത്തീയുടെ ആ സംഭവം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇനി 1 മാസം പോലുമില്ല. തെരഞ്ഞെടുപ്പ് 2 മാസത്തിനുള്ളിൽ തന്നെ എത്തുകയും ചെയ്യും. ആ നിലയ്ക്ക് ഇദ്ദേഹം അവിടെ ചെന്ന് അഭിപ്രായം മാറ്റി പറഞ്ഞാൽ ഇവിടെയുള്ള അന്ന് കൂടെ നിന്നിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും സാമൂഹ്യ നിരീക്ഷകരും സർവ്വവിധ ഇടതുപക്ഷ സഹയാത്രികരും ഈ പിണറായി വിജയനോട് ചോദിക്കും, തനിക്ക് എത്ര തന്തയുണ്ടെന്ന്. കാരണം ദിവസേന വാക്ക് മാറ്റി പറയാവുന്നതാണോ? മുണ്ട് മാറി കൊടുക്കുന്നത് പോലെ ഇദ്ദേഹം മാറ്റി പറഞ്ഞും ഫണ്ട് തട്ടിപ്പുകൾ നടത്തുന്ന പോലെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്നാൽ കരണത്ത് വീണ്ടും അടിയേൽക്കും. അതുമാത്രമാണോ, ഈ വെള്ളാപ്പള്ളി നടേശനോടും സുകുമാരൻ നായരോടും അയ്യപ്പ വിശ്വാസികളോടും പിണറായി വിജയന് എന്താണ് പറയാനുള്ളത്? സ്ത്രീ പ്രവേശനം അവിടെ ഞാൻ അനുവദിച്ചു തരും, നിങ്ങളെനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത് സ്വർണ്ണക്കൊള്ളയിലെ അവസ്ഥ നമുക്കറിയാം. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അവസ്ഥയെ അറിയാം. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്ത് ഒരു കണക്ക് അവതരിപ്പിക്കുന്നു, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു കണക്ക് അവതരിപ്പിക്കുന്നു, മന്ത്രി വാസവൻ ഒരു കണക്ക് അവതരിപ്പിക്കുന്നു. അങ്ങനെ പലരും പല കണക്കുകൾ അവതരിപ്പിക്കുന്ന അവസ്ഥയിലാണ്. ഈ CPMൻ്റെ കയ്യിൽ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, പിണറായി വിജയൻ്റെ കയ്യിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് 100,000 കണക്കുകളെന്നല്ലാതെ ഇവിടെ സംഭവങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് യാതൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ കബളിപ്പിച്ചും വഞ്ചിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സർക്കാരിൻ്റെ ഈ പൊട്ടത്തരവും കള്ളത്തരവും എല്ലാവിധ അസാന്മാർഗികതയും അനീതികളും പൊളിച്ചെഴുതുന്ന ഒരു വിധിയാണ് ഈ സുപ്രീം കോർട്ടിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അവർ നിർബന്ധമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ മാർച്ച് 14 മുമ്പ് സ്റ്റേറ്റ്മെൻറ്റ് നൽകണം. അതിനുശേഷം ഏപ്രിൽ 7 വാദം തുടങ്ങുകയാണ്. വാദം തുടങ്ങിയാൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വാദം പൂർത്തിയാക്കുകയും വിധി പറയുകയും ചെയ്യും. 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായാലും പ്രതികൂലമായാലും കേരളത്തിലത് അതിഭയാനകമായ കോളിളക്കം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിലുണ്ടായാലും ഇല്ലെങ്കിലും ശരി, പിണറായി വിജയന് ലഭിക്കുന്ന പേരുദോഷത്തിൽ നിന്ന് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് രക്ഷപ്പെടാനാവില്ല. അദ്ദേഹമാണ് ഈ പ്രശ്നം ഇവിടെ കുത്തിക്കലക്കി നശിപ്പിച്ചത്. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ഈ ശബരിമലയിൽ കയറ്റി ഞാൻ ഇവിടെ പുരോഗമനം സ്ഥാപിച്ചു, ഞാൻ ഇവിടെ മതവിശ്വാസികൾക്കെതിരാണ്, അല്ലെങ്കിൽ ഞാൻ
ഇവിടെ നീതി നടപ്പാക്കി, സ്ത്രീകൾക്ക് നീതി നടപ്പാക്കി, ജനാധിപത്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യനീതിയാണ്, അത് നടപ്പാക്കിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ, ചരിത്രത്തിൽ തന്നെ എൻ്റെ സ്ഥാനം അതിഭയാനകമാണ് എന്ന് കൊട്ടിഘോഷിച്ച ഈ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, നെഞ്ചത്ത് മുട്ട വെച്ചാൽ വേഗം, നെഞ്ച് തീയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണവും കൈവിട്ട് ഇറങ്ങിപ്പോകാൻ പോകുന്ന പോക്കിൽ അവസാനം നമുക്കൊന്നുകൂടി പ്രതീക്ഷിക്കാം. ഈ നാട്ടിലുള്ള രക്തസാക്ഷി ഫണ്ട് പിരിച്ച് അവരെയെല്ലാം തട്ടിച്ചും വഞ്ചിച്ചും, അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ്റെ വിധവയായ KK രമയുടെ അവരുടെ പ്രാക്കെന്നല്ല, ഈ കേരളത്തിലുള്ള ഏതാണ്ട് 60% വരുന്ന സ്ത്രീകളെ നെഞ്ചത്ത് കൈയടിച്ച് പ്രാഗി ശപിച്ചു വെച്ചിരിക്കുന്ന പിണറായി വിജയൻ അനുഭവിക്കാൻ പോകുന്ന അതിദുരന്ത ജീവിതം, കാലത്തിൻ്റെ കാവ്യനീതി കണ്ട് നാം കേരളീയർക്ക് ആസ്വദിക്കാൻ അവസരം ലഭിക്കട്ടെ എന്ന് വിനയമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.